ഏവർക്കും ദേവദാരുവിലെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അഷ്ടമി രോഹിണി അഥവാ ജന്മാഷ്ടമി ദിവസം ശ്രീകൃഷ്ണ തത്വം ഭൂമിയിൽ മറ്റ് ദിവസങ്ങളെ അപേക്ഷിച്ച് 1000 മടങ്ങ് കൂടുതലായിട്ടാണ് കാണുന്നത്. ഈ ദിവസം ഭക്തിയോടെ ശ്രീകൃഷ്ണ ഭഗവാനെ പൂജിക്കുകയും ഓം നമോ ഭഗവതേ വാസുദേവ എന്ന മന്ത്രം ജപിക്കുകയും ചെയ്താൽ ഭഗവാന്റെ ഈ തത്വത്തിൻ്റെ ഗുണം നമുക്ക് വളരെയധികം ലഭിക്കും. ഭഗവത് നാമം നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമുക്ക് ഭഗവാന്റെ അനുഗ്രഹങ്ങൾ അങ്ങനെ നമ്മൾ ജപിക്കുകയാണെങ്കിൽ ജപിച്ചുകൊണ്ടേയിരിക്കും. ഇനി അഷ്ടമി രോഹിണിയും ഈ ജന്മാഷ്ടമിയും തമ്മിൽ എന്താണ് വ്യത്യാസം എന്താണ് നോക്കാം. ചന്ദ്രപഞ്ചാംഗ പ്രകാരം ശ്രാവണ മാസത്തിലെ കറുത്തപക്ഷത്തിലെ 8ാം ദിവസമായ അഷ്ടമി രോഹിണി നക്ഷത്രം ചേരുന്ന അർദ്ധരാത്രിയായിരുന്നു ഭഗവാന്റെ ജനനം. ദ്വാപരയുഗത്തിൻ്റെ അവസാനവും കലിയുഗത്തിൻ്റെ ആരംഭവുമായിരുന്നു ശ്രീകൃഷ്ണൻ ജനിച്ചത്. മറ്റൊരു വീക്ഷണത്തിൽ പറഞ്ഞാൽ ധർമ്മത്തിൻ്റെ നിലനിൽപ്പിനും ഭഗവാനിൽ ശരണം പ്രാപിക്കുന്നതിനുമുള്ള ഒരു അവസരം കൂടിയാണ് ശ്രീകൃഷ്ണ ജയന്തി. ആഘോഷങ്ങളൊക്കെ നമ്മളെല്ലാവരും ആഘോഷിക്കുന്നത് അർദ്ധരാത്രിയിലാണ് ഭഗവാന്റെ ജനന സമയമായിട്ട് നാം കണക്കാക്കുന്നത് കൊണ്ട് ശ്രീകൃഷ്ണ ജയന്തി ദിവസം മുഴുവനും നമ്മൾ ഉപവസിച്ച് അർദ്ധരാത്രിയിൽ ആരതി ഒഴിഞ്ഞ് ഉണ്ണികണ്ണൻ്റെ ആ ഒരു ജനനം ആഘോഷിച്ചു. ഭക്തിയോടെ ഭഗവാന്റെ ചെറിയ പ്രതിമ ഊഞ്ഞാലാട്ടുകയും അതിനെ ധാരാളം മധുരപലഹാരങ്ങൾ സമർപ്പിക്കുകയും ചെയ്യുക. അർദ്ധരാത്രിയോടെ ഈ പലഹാരങ്ങൾ പങ്കുവച്ച് കഴിക്കുന്നത്. ജന്മാഷ്ടമി ദിവസം ക്ഷേത്രങ്ങൾ അലങ്കരിക്കുകയും ശംഖൂതുകയും മണിയടിക്കുകയും കീർത്തനങ്ങൾ പാടുകയും ഭഗവാനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ശ്ലോകങ്ങളൊക്കെ നമ്മൾ ജപിക്കുകയും ചെയ്യണം. കൃഷ്ണന് വെണ്ണ വളരെ ഇഷ്ടമുള്ള ഒരു വിഭവമാണ്. അതുകൊണ്ട് തന്നെ ഭഗവാന് വെണ്ണ വഴിപാടായിട്ട് സമർപ്പിക്കുന്നത് ആ ഒരു ദിവസത്തെ വളരെയധികം പ്രത്യേകതയാണ്. യഥാർത്ഥത്തിൽ ഭഗവാൻ ധാരാളം വെണ്ണ കഴിക്കുമായിരുന്നു. എന്നാൽ അതിന് കാരണമെന്തെന്നാൽ ദുഷ്ടരാജാവായ ഹംസൻ പ്രജകൾക്ക് നികുതി ചുമത്തിയിരുന്നു. ഈ നികുതി അടയ്ക്കാനായിട്ട് വെണ്ണക്കച്ചവടം നടത്താൻ പ്രജകൾ നിർബന്ധിതരായിരുന്നു. രാജാവിൻ്റെ ഈ നടപടി അവസാനിപ്പിക്കുവാനും പ്രജകളെ ഈ കഷ്ടപ്പാടിൽ നിന്നും മോചിതരാക്കാനും വേണ്ടി ഭഗവാൻ എല്ലായിടത്തു നിന്നും വെണ്ണ മുഴുവൻ എടുത്ത് കഴിക്കുകയും തുളുപ്പിക്കളയുകയും ഒക്കെ ചെയ്തിരുന്നു. ഇനി ധർമ്മം പുനഃസ്ഥാപിക്കുക. എവിടെ കണ്ണനുണ്ടോ അവിടെ ധർമ്മമുണ്ട്, എവിടെ ധർമ്മമുണ്ടോ അവിടെ വിജയം സുനിശ്ചിതമാണ്. എന്നാൽ കൗരവ നേതാവായ ദുര്യോധനൻ ധർമ്മം അനുഷ്ഠിച്ചില്ല. ആയതിനാൽ അദ്ദേഹത്തിൻ്റെ കൂടെ ശ്രീകൃഷ്ണ ഭഗവാൻ ഇല്ലായിരുന്നു. കൃഷ്ണൻ ഇല്ലായിരുന്നിടത്ത് അവർക്ക് വിജയവും ഇല്ലായിരുന്നു. ഭഗവാൻ പറഞ്ഞു തന്ന കാര്യങ്ങളുടെ സാരാംശം മഹാഭാരത യുദ്ധത്തിൽ യുദ്ധകളത്തിൽ തൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും പോരിടാൻ മടിച്ച അർജുനന് ധർമ്മം സ്ഥാപിക്കുന്നതിനായിട്ട് ഈ പോരാട്ടം എന്തുകൊണ്ട് ആവശ്യമാണെന്ന കാര്യം ഭഗവത്ഗീതയുടെ രൂപത്തിൽ 700 ശ്ലോകങ്ങളായിട്ട് ഭഗവാൻ അർജുനന് ഉപദേശം നൽകുകയാണ്. അങ്ങനെ എല്ലാ പാവങ്ങളിൽ നിന്നും അല്ലയോ അർജുന, എന്നിൽ ശരണം പ്രാപിക്കൂ, വ്രത വിലപിക്കരുത്, എല്ലാ പാവങ്ങളിൽ നിന്നും നിന്നെ ഞാൻ മുക്തനാക്കുന്നതാണ്. ജന്മാഷ്ടമി ദിവസം മാത്രം ഭഗവാന്റെ തത്വം ഭൂമിയിൽ കൂടുതൽ ഉണ്ടാകുമെന്നല്ലാതെ എക്കാലത്ത് ഭഗവാന്റെ തത്വം എല്ലായ്പ്പോഴും 100% പ്രകടമാണ്. ഭഗവാനിൽ ശരണം പ്രാപിക്കുന്ന ഭക്തരുടെ സഹായത്തിന് ഭഗവാൻ എപ്പോഴും ഓടിയെത്തും. ഭഗവാന്റെ ഭക്തർക്ക് ഭഗവാനോടുള്ള അടുപ്പം ശ്രീകൃഷ്ണ ജയന്തി ദിവസം മാത്രമല്ല എല്ലായ്പ്പോഴും ഉണ്ടാകണമെന്നും നമ്മൾ പ്രാർത്ഥിക്കുക. ഭഗവാനോടുള്ള ഭക്തിയും സ്നേഹവും വർദ്ധിപ്പിക്കാനായിട്ട് ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം ജപിക്കുക. ശ്രീകൃഷ്ണ ജയന്തിയുടെ ഗുണം പരമാവധി ലഭിക്കുന്നതിന് ഭക്തരുടെ തൃപ്പാദങ്ങളിൽ ശരണം പ്രാപിച്ച എല്ലാ പ്രവൃത്തികളും ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് ചെയ്യുക. അതുപോലെ ഞാൻ നിങ്ങളുമായിട്ട് വിശദീകരിക്കുന്ന അഷ്ടമി രോഹിണിയും ജന്മാഷ്ടമിയും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം, അതായത് അഷ്ടമി രോഹിണിയും ജന്മാഷ്ടമിയും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം എന്താണ്? പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇത്. ഇതിന് ഒരു വിശദീകരണം ഇങ്ങനെ നൽകാം. അഷ്ടമി രോഹിണിയും ജന്മാഷ്ടമിയും ഒന്ന് തന്നെയാണ്. മലയാളികൾ മാത്രമേ അഷ്ടമി രോഹിണി എന്നും ശ്രീകൃഷ്ണ ജയന്തി എന്നും പറയാറുള്ളൂ. മറ്റ് സ്ഥലങ്ങളിലെല്ലാം ജന്മാഷ്ടമി, കൃഷ്ണാഷ്ടമി എന്നെല്ലാമാണ് പറയുന്നത്. അവർ ശ്രീകൃഷ്ണൻ ജനിച്ച തിഥി മാത്രമേ എടുക്കാറുള്ളൂ. ഭാദ്രപദ മാസത്തിൽ കറുത്ത പക്ഷത്തിലെ അഷ്ടമി അർദ്ധരാത്രി സമയത്ത് വരുന്ന ദിവസമാണ് അവർ ജന്മാഷ്ടമിയായിട്ട് സ്വീകരിക്കുന്നത്. എന്നാൽ മലയാളികൾ ഭഗവാന്റെ ജനനം തിഥിക്കൊപ്പം ജന്മനക്ഷത്രം കൂടി പരിഗണിക്കും. അങ്ങനെ ചിങ്ങമാസത്തിലെ കറുത്തപക്ഷ അഷ്ടമി തിഥിയും രോഹിണി നക്ഷത്രവും ഒന്നിച്ചു വരുന്ന ദിവസം അർദ്ധരാത്രിയിൽ ശ്രീകൃഷ്ണാവതാരം പൂജ നടത്തുന്നു. ഇത്തവണ 2025 സെപ്റ്റംബർ 14-ാം തീയതിയാണ് ശ്രീകൃഷ്ണ അഷ്ടമി തിഥിയും രോഹിണി നക്ഷത്രവും ഒന്നിച്ച് വരുന്ന ദിവസം. ഈ ശ്രീകൃഷ്ണ ജയന്തി സംബന്ധിച്ച ഭക്തജനങ്ങൾ അറിയേണ്ട കാര്യങ്ങളും അന്ന് തീർച്ചയായും ജപിക്കേണ്ട മന്ത്രങ്ങളും ഒക്കെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഏവരും ആ വീഡിയോയും കൂടെ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഏവർക്കും ജന്മാഷ്ടമി ആശംസകൾ അറിയിക്കുകയാണ്.
അടുത്തൊരു പുതിയ അധ്യായത്തിൽ വരും വരെ നന്ദി, നമസ്കാരം.